അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രാഗിൻ്റെ മ്യൂസിയത്തിലേക്ക് കയറാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് വയ്ക്കുന്നവരെയായിരുന്നു ഇട്ടിരുന്നത്. അതിൻ്റെ ബാക്കി പിന്നീട് ഇടാമെന്ന് പറഞ്ഞു. പക്ഷേ ഇച്ചിരി സമയം എടുത്തു കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ അകത്തേക്ക് കയറുന്ന എൻട്രൻസ് തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ. ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അതിലും മനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ കാണാനായിട്ട്. ഞാൻ അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഓർത്തിച്ചില്ല, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഔട്ട്ഫിറ്റ് ഇട്ട് വേണമായിരുന്നു അവിടെ പോകാനൊക്കെ തോന്നി. എനിവേ, അപ്പോൾ ഞങ്ങളിങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ കയറി. ശരിക്കും 3 ഫ്ലോറോ മറ്റോ ഉണ്ട്. അവർ പറഞ്ഞ ലിഫ്റ്റ് ഉപയോഗിച്ച് ഏറ്റവും മേളിൽ കയറിയിട്ട് അവിടെ നിന്ന് താഴേക്ക് വരാനാണ്. പക്ഷേ ലിഫ്റ്റ് പ്രസ് ചെയ്ത് നിന്നിട്ട് ഒത്തിരി സമയം എടുത്ത് വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് നോക്കിയാൽ പിന്നെ സ്റ്റെയർ കേസ് വഴി പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കയറി. അന്നേരം അവിടെ ഇങ്ങനെ നമ്മുടെ ഈ പഴയ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇങ്ങനത്തെ സാധനങ്ങളും സ്റ്റോൺസും അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഈ പഴയ ഒരു വാളും അങ്ങനത്തെയൊക്കെ ഇതുണ്ടൊരു അസ്ഥികൂടം, അസ്ഥിപഞ്ജരം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഉള്ളൂ. കണ്ടോളൂ, ഇതാണത്. എനിവേ, ആരുടെയാണെന്ന് പറ്റി എന്നോട് ചോദിക്കരുത് കേട്ടോ, എനിക്കറിയില്ല. എന്തൊക്കെയോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിവേ, ഇത് കണ്ടോ, ഇത് അവർ പണ്ടത്തെ കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന ഓർണമെൻറ്റ്സ് ആയിരുന്നു. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. കമലൊക്കെ കണ്ടോ, ജ്വല്ലറി ഓഫ് നോബിൾ വുമൺ അവരുടെ ആണെന്ന്. എന്നെ പക്ഷെ കാണാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നതിലും ഭംഗിയാണ് ശരിക്കും കാണാനായിട്ട്. ഗോൾഡിൻ്റെ സാധനങ്ങളും സിൽവർ അങ്ങനെ പല ഇതിൻ്റെ സാധനങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ്ലി ഗോൾഡിൽ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചർച്ചിൻ്റെ ഏതാണ്ട് ക്രോസൊക്കെ പോലുള്ളത്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എന്നാണെന്നുള്ളത്. പക്ഷേ ഇതൊന്നും വായിച്ച് മനസ്സിലാക്കി പറഞ്ഞു തരാനൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോകും. ഇത് കണ്ടോ, നല്ല രസമല്ലേ ഇതൊക്കെ. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. ശരിക്കും വർത്തായിരുന്നു അതിനകത്ത് കയറിയത്. ഒത്തിരി കാണാനുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. മ്യൂസിയം എന്നൊക്കെ പറയുമ്പം നമ്മൾ ശരിക്കും ഞാനിന്ന് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമൊന്നും അല്ല എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. കുറച്ച് പഴഞ്ഞ സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഒരിടം അങ്ങനെയൊക്കെ വിചാരിച്ചുള്ളായിരുന്നു. പക്ഷെ അങ്ങനെ മാത്രമല്ല, ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ ലൈറ്റൊക്കെ ഇരിക്കുന്നുണ്ട്, എന്ത് രസമാണെന്നറിയാം. അതിങ്ങനെ തൂങ്ങി കിടക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ശരിക്കും. ചേട്ടാ അതെന്നാ ശരിക്കും തല വെക്കുന്നതാണ് ഈ സാധനം. തല വെക്കുന്ന ഈ പടന്മാർ വെക്കുന്ന സാധനമാണോ അത്? അതും വാളാണോ മറ്റേത്? ഇതാണോ വാള്? മുമ്പേ കണ്ട സാധനം കണ്ടില്ലേ? എന്നാ പറയുക, നമ്മുടെ പഴയ പട്ടാളക്കാർ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഭടന്മാർ തലയിൽ വെക്കുന്ന സാധനം. ആ സാധനമൊക്കെ അതിന് ഭയങ്കര കനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇവിടെ കുറച്ച് നല്ല പെയിൻറ്റിങ്ങുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാനായിട്ട്. ഒത്തിരി ഇടമുണ്ട്. ഇതെന്തൊക്കെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് കാണിക്കുന്നൊന്നും എനിക്കറിയില്ല. കുറച്ചൊക്കെ ഞാൻ മ്യൂസിക് ഇട്ടങ്ങ് വിടത്തേ ഉള്ളൂ കേട്ടോ, ഒന്നും വിചാരിക്കരുതേ. ഇത് കണ്ടോ, നമ്മുടെ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോക്കൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? ഇത് കണ്ടോ, ഇത് നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ വീരേതം പോലത്തെ രാജാവിൻ്റെ ആജ്ഞയൊക്കെ ഇരുന്ന് ഇങ്ങനെ കയറി പോകണതെന്നൊക്കെ. നല്ല രസം അതൊക്കെ കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ ഇത് കണ്ടോ, പഴയ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന
ഉടുപ്പുകളും, പിന്നെ അവിടെ ഞാനിങ്ങനെ ചായയുടെ കപ്പും മഗ്ഗും സോസറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു. തയ്യൽ മെഷീൻ കണ്ടു ഇരിക്കുന്നൊരു കുഞ്ഞത്. അങ്ങനെ കുറേ സാധനങ്ങൾ അതുണ്ട്, കപ്പും സോസറൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ആഭരണങ്ങൾ, മാല, കമ്മൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു. മെറ്റൽ കൊണ്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഗോൾഡൻ കവേർഡായിട്ടുള്ള കപ്പും സോസറും പ്ലേറ്റൊക്കെ കണ്ടു. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പം പണ്ടത്തെ കാലത്തൊക്കെ പട്ടിക്കൊക്കെ ചോറ് കൊടുക്കാൻ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം പട്ടികൾക്ക് അസുഖം. ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്നിടമാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് ഞാൻ പറയും. അവിടെ അല്ലാട്ടോ, അതിൻ്റെ സീലിങ്ങും ആ ഫ്ലോറിലെ ടൈൽസ് ചെയ്തിരിക്കുന്നതും, പിന്നെ ആ കണ്ട മേളിലെ കോറിഡോറും ആ മേളിലെ വർക്കും, എന്തൊരു സൂപ്പറാണ്, അടിപൊളിയാണ്, സൂപ്പർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെയർ കേസും പിന്നെ ഇവിടെ ആട്ടോ, അത്രയും ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി പോകുന്നത് ഇതിൻ്റെ ഏറ്റവും മേളിലേക്ക്, റൂഫിൻ്റെ മേളിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. ആയിരിക്കും. ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും മേളിൽ കയറുന്ന കാണുന്നേ. ഇതാണ് ഞാൻ ആ സീലിംഗ് കാണിച്ചില്ലേ, ഭയങ്കര വർക്കുള്ള സീലിംഗ്. അത് ഇപ്പം ആ സീലിങ്ങിൻ്റെയൊക്കെ മേളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഈ ഗ്ലാസ് ഇട്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് പ്രാഗ് മുഴുവനായിട്ട് കാണാം. കണ്ടോ, ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് കയറി. ഇവിടെ നമ്മൾ കടലിനടിയിൽ കാണുന്ന സാധനങ്ങളൊക്കെയാണ് കാണുന്നത്. പവിഴപ്പുറ്റുകൾ പോലത്തെ സാധനങ്ങളും അങ്ങനെയൊക്കെ. അതും നല്ല രസമാണ് കാണാനായിട്ട്. കുറേ ഉണ്ട് നടക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂറൊന്നും ഇനഫല്ല നമുക്കിത് കാണാൻ. എനിക്ക് തോന്നുന്നു നടന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ മടുക്കും കുറച്ച് കഴിയുമ്പോഴേ. അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ബെഞ്ചും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിരിക്കും.
ഈ പവിഴപ്പുറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ ഭയങ്കര ഭംഗിയല്ലേ. എന്ത് നല്ല എനിക്ക് തോന്നുന്ന കളർ കോമ്പിനേഷനാണ് അത്രയും ഭംഗിയാക്കുന്നത്. എനിക്കിഷ്ടമായി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ചെയറിലിരുന്നപ്പോൾ ഇങ്ങനെ വോളിൽ ഇങ്ങനൊരു ഇത് കാണിക്കുന്നുണ്ട്. ഈ TV പോലെ നമുക്ക് തോന്നും. ശരിക്കും പറഞ്ഞാൽ അത് 3 ഫ്രെയിംസാണ്. ഞാൻ ഇറങ്ങിപ്പോരാൻ ഇത് പോയി തൊട്ട് നോക്കി അത് ഫ്രെയിമാണോ എന്ന് അറിയാനായിട്ട്, അതോ ഇനി LED സ്ക്രീനാണോ എന്ന് എനിക്കൊരു സംശയം. അതിനാണെന്നറിയാമോ, ഇടയ്ക്ക് ഞങ്ങൾ നോക്കുമ്പം ഈ ഇടയ്ക്കുള്ള ഫ്രെയിമിന് രണ്ടിലുള്ള ഇടയ്ക്കുള്ള സ്പേസ് ഇല്ലേ, അതിലേക്കൂടെ ഇങ്ങനെ തൂവൽ പറന്നു പോകുന്നതാണ്. അതെങ്ങനെയാണ് വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ LED സ്ക്രീനായിരിക്കും തോന്നുന്നു. പക്ഷെ ഞാൻ മോള് എണീറ്റ് പോയ വഴിക്ക് ഞാൻ ഇടയ്ക്കൊന്ന് അവിടെ പോയി തൊട്ട് നോക്കി അത് ഫ്രെയിമാണോ അതിനിടയ്ക്കുള്ള സ്പേസാണോ എന്നൊക്കെ. ശരിക്കും അതിനിടയ്ക്ക് സ്പേസ് ഉണ്ട്, പക്ഷെ ആ സ്പേസിനകത്തൂടെ ഇങ്ങനെ ഇത് കണ്ടോ, ഇപ്പോൾ ബട്ടർഫ്ലൈ പറഞ്ഞു പോയതുകൊണ്ട് ആ കറുത്ത സ്പേസിനകത്തൂടെ അങ്ങനെ വരും. നല്ല രസമായിട്ടൊന്ന് കാണാനായിട്ട്. ഈ വരുന്ന വീഡിയോയ്ക്കകത്ത് കണ്ടോളെ ഈ പ്രാവ് അങ്ങനെ പറഞ്ഞുണ്ട് സ്പേസിന് ഇടയ്ക്കൂടെ അതെങ്ങനെയാണെന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സെഷനിൽ വന്നപ്പം അവിടെ ഇങ്ങനെ ഒരു TV പോലത്തെ ഒരു സാധനത്തിൽ ഇവരെ എങ്ങനെയാണ് ഈ മ്യൂസിയം ഉണ്ടാക്കിയതെന്നും അവിടെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, എന്തൊക്കെ കൊണ്ടുവച്ചേക്കുന്നത് എന്നുള്ളതൊക്കെ കാണിക്കുന്നതായിരുന്നു. കുറച്ച് നേരം ഉണ്ടായിരുന്ന ഷോ. ഞങ്ങളും ഇരുന്ന് കുറച്ച് നേരമൊക്കെ കണ്ടു. നല്ലതാണ്, ഭയങ്കര നമുക്ക് അതെങ്ങനെയാണ് അവർ ചെയ്തതെന്നുള്ളതൊക്കെ ഒരു ഐഡിയ കിട്ടുമോ അത് കണ്ടു കഴിയുമ്പോഴേ. £36 തന്നെ. അത് ഭയങ്കര ലാഭകരമാണ്. കറക്റ്റാണ്. UK ഒരാൾക്ക് അവർ 36 ചാർജ് ചെയ്യും. ഈ കല്ല് വേണ്ടവർ വേണമെങ്കിൽ അല്ലേ 4 ലക്ഷം രൂപയുടെ സാധനം. 4 ലക്ഷം രൂപയുടെ സാധനം എന്ന് പറഞ്ഞാൽ എന്നാ പറയാമോ, അത്തേലെ സ്വർണത്തിൻ്റെ ഈ ഇതുണ്ട്, ഇങ്ങനെ കല്ല് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഗോൾഡിന് ഇതുണ്ട്, ഇങ്ങനെ അത്തേൽ നിന്ന് നമുക്ക് ഗോൾഡിൻ്റെ ഏതാണ്ടൊക്കെ ചെയ്തെടുക്കുന്ന സാധനം. അത് അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭാഗം നമ്മളവിടെ സ്ക്രീനിൽ കണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്നതൊക്കെ നല്ല രസമൊക്കെ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ. ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഈ സാധനം ഉണ്ടാക്കുന്നതൊക്കെ അവിടെ കാണിച്ചായിരുന്നു. ഇതാണ് അവിടെ നമ്മൾ കണ്ടത്. എന്നാ ആ സാധനമാണത്. ഈ സാധനമല്ലേ ഗ്ലാസ് പൊട്ടിന്ന് കാണിച്ചത്. അതിന്റെ കമ്പനി ചില്ലിരിക്കുന്നുണ്ടോ പൊട്ടി. സൂപ്പർ. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ട് കഴിഞ്ഞ് ഇറങ്ങുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഈ കൊറിഡോർ കണ്ടപ്പോൾ നല്ല രസം,
എന്ന്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ അതിൻ്റെയും ഒരു വീഡിയോ എടുക്കാമെന്ന്. ഇതാട്ടോ സ്റ്റെയർ കേസ്, ഇങ്ങനെ മേളിലേക്ക് കയറി പോകുന്ന ലിഫ്റ്റ് വഴി അല്ലാണ്ടൊക്കെ. ഇവിടുന്ന് നമുക്ക് താഴേക്ക് കാണാൻ എന്ത് രസമാണെന്ന് അറിയാമോ? സൂപ്പറാണ്, സൂപ്പർ. അങ്ങനെ ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഈ സ്റ്റെയർ കേസിൻ്റെ ഇവിടെ ഭയങ്കര ഭംഗിയായിരുന്നത്. എന്താണിത്, നല്ല മ്യൂസിയം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പ്രാഡിൽ പോകുന്നുണ്ട് പോയി കണ്ടോളൂ, നല്ലതാണ്, വർത്തിട്ടാണ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി, പുറത്തേക്കുള്ള വ്യൂ ആണ്. അവിടെ ആ റോഡിൽ എന്തോ വലിയ പണി നടക്കുക, അതുകൊണ്ട് പൊട്ടിപ്പൊളിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇതാണ് ആ മ്യൂസിയത്തിൻ്റെ പുറത്ത്. പിന്നെ ഇതിൻ്റെ താഴേക്ക് നല്ല രസമുണ്ട്, വെള്ളമൊക്കെ ഇങ്ങനെ ചാടുന്നൊരു ഏരിയ ഉണ്ട്, നല്ലതാണ് അവിടെ കാണാനായിട്ട്. താഴേക്ക് ഇറങ്ങി നോക്കാം. ഞാൻ വിചാരിച്ചു ഈശ്വര ഈ മനുഷ്യൻ എന്നതാണ് ഈ തലയും കുത്തി കിടന്ന് കാണിക്കുന്നത്. എന്നാണെന്നറിയാമോ, ചില ആൾക്കാർ ഈ വെള്ളത്തിനകത്ത് കൊണ്ടുവന്ന് പൈസ ഇടും, അയാൾ ആ പൈസ വെറുക്കുന്നതാണ് കാണുന്നത്. പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിൽ, നല്ല ചൂട് എല്ലാം ആണ്. അതുകൊണ്ട് തൊപ്പിയും കണ്ണാടിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഡേ പ്രാഗ് സന്ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. കുറച്ച് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.